മഹത്വസമ്പൂർണനായ മഹാദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സമ്മേളിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനാൽ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജസ്റ്റിസിൻ്റെയും പ്രിയ ബെറ്റിയുടെയും വിവാഹം ഇന്നിവിടെ നടക്കത്തക്കവണ്ണം അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിച്ചതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈ മഹത്തായ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് സംബന്ധിക്കുവാൻ അവിടുന്ന് അവസരം നൽകി. പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് തക്ക സമയത്ത് വന്നു ചേർന്ന് കർത്താവെ സൗഖ്യത്തോടെ സമാധാനത്തോടുകൂടെ ഈ ഹാളിൽ കൂടത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചു. അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലുപരി കഴിഞ്ഞ നിമിഷങ്ങളിൽ കർത്താവെ ആത്മീയമായ നല്ല അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പല നല്ല ആലോചനകൾ അവിടുന്ന് തന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരുമായി അവരുടെ ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവിടുന്ന് അവരെ ബലപ്പെടുത്തും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിൽ അങ്ങനെ ആശ്രയിച്ച് അവർ മുന്നേറുവാനിടയാകണം. വചനത്തിൽ നിന്ന് യാതൊരു കാരണവശാലും ഒരു രീതിയിലും വ്യതിചലിക്കുവാൻ അവർക്ക് ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള നല്ല ആലോചന അവർക്കും ഞങ്ങൾക്കും ലഭിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം അവിടുത്തെ വിലയേറിയ ദാസൻ ഞങ്ങൾക്ക് പ്രായോഗികമായ പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഞങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളുവാനിടയാകണം. കർത്താവേ, ഞങ്ങൾക്ക് പ്രതികൂലമായൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. സാത്താൻ ഞങ്ങളുടെ ശത്രുവായിട്ട് ഒന്നാമനായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതം കർത്താവിനോട് കൂടെയാണ്. ഞങ്ങളൊരു മുപ്പിരി ചരടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓർക്കുകയാണ് കർത്താവേ. അത് ഞങ്ങൾക്ക് വളരെയധികം ബലം തരുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ അത് ആ ശക്തി, ആ ബലം ധാരാളമായിട്ട് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന അതാണ്. അവർ കേട്ടതും അത് തന്നെയാണ്. കർത്താവേ, ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഇനി അവിടുത്തെ വിലയേറിയ ദാസൻ പ്രധാനപ്പെട്ട വിവാഹ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കണം, സഹായിക്കണം. എല്ലാറ്റിലുപരി അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ, അവിടുത്തെ മേൽനോട്ടം ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആ കാര്യം നിർവഹിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമം വീണ്ടും മഹത്വപ്പെടട്ടെ. ഈ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുവരെ പ്രാർത്ഥനയോടെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അല്പ നിമിഷങ്ങൾ കൂടെ പ്രാർത്ഥനയോടെ ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സഭയെ ഞാൻ അറിയിക്കട്ടെ. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മൈലപ്ര പഞ്ചായത്തിൽ തോട്ടാലിൽ കൃപാഭവനിൽ മിസ്റ്റർ തോമസ് ടി ജോർജിൻ്റെയും മിസസ് ഗ്രേസി തോമസിൻ്റെയും മകനും മൈലപ്ര ശാലയും പ്രഥമ സഭാംഗവുമായ ജസ്റ്റസ് എന്ന് വിളിക്കുന്ന ജസ്റ്റസ് തോമസ് ടിയുടെയും പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ കട്ടപ്പുറത്ത് വീട്ടിൽ മിസ്റ്റർ തോമസ് കെ തോമസിൻ്റെയും മിസ്സിസ് അച്ചാമ തോമസിൻ്റെയും മകളും പാടിമൺ ബ്രദറൻ സഭാംഗവുമായ ബെറ്റിമോൾ എന്ന് വിളിക്കുന്ന ബെറ്റിമോൾ തോമസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവ വചനപ്രകാരം കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തിക്കൊടുക്കുവാനാണ് സഭയായി നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്.
പ്രിയ ജസ്റ്റസും ബെറ്റിമോളും ഒരുമിച്ചുള്ള വിവാഹം ഇരു ഭവനങ്ങളിലും ഇരു സഭകളിലും പെട്ട പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ആലോചിക്കുകയും ഇന്ന് ഈ വിവാഹം ഇവിടെ വെച്ച് നടത്തിക്കൊടുക്കുവാൻ ഇതിനു മുമ്പ് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളതുമാണ്. ഇവരിരുവരും ഇന്നിവിടെ വെച്ച് വിവാഹിതരാകുന്നു എന്ന വിവരം ഇതിനോടകം അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭകളിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് തടസ്സമായി ന്യായമായി യാതൊരു കാര്യങ്ങളും യാതൊരു ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിൽ സർവാത്മന ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട് എന്ന് ഈ സദസ്സിൻ്റെ സന്തോഷത്തോടുകൂടെയുള്ള സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് കൊണ്ടും, അഥവാ ഈ രണ്ട് ഘടകങ്ങൾ ഈ വിവാഹം നടത്തുവാനുള്ള മൗനാനുവാദമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇവരുടെ വിവാഹം ഇവിടെ നടത്തുകയാണ്. വിവാഹം പരസ്പര സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടതാണ്. ഇവരിരുവരും വിവാഹിതരാകുവാനുള്ള തങ്ങളുടെ സമ്മതം ഇതിനോടകം ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ സഭയുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ തങ്ങളുടെ പരസ്പര സമ്മതം പരസ്യമായി പ്രസ്താവിക്കേണ്ടതിന് പ്രിയ മകൻ ജസ്റ്റസും മകൾ ബെറ്റിമോളും ഈ സഭയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ കർത്തൃനാമത്തിൽ ആവശ്യപ്പെടുന്നു. ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള കർത്താവായ യേശുവിനെ സാക്ഷിയാക്കി ഞാൻ പ്രിയ സഹോദരൻ ജസ്റ്റസിനോട് ചോദിക്കുന്നു, വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു പാർക്കുവാനായി നിന്റെ സമീപം നിൽക്കുന്ന ബെറ്റിമോൾ എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ച് ഒരു ഭർത്താവ് എന്ന നിലയിൽ എല്ലാ കടമകളും നിർവഹിച്ചു കൊടുക്കുവാൻ നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നുവോ? നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ സമ്മതമാണ് എന്ന് വ്യക്തമായി ഈ സഭയുടെ മുമ്പാകെയും ദൈവസന്നിധിയിലും പ്രസ്താവിക്കേണ്ടതാണ്. സമ്മതമാണ്. ജസ്റ്റസ് തൻ്റെ സമ്മതം ഈ സഭയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള കർത്താവായ യേശുവിനെ സാക്ഷിയാക്കി ഞാൻ പ്രിയ സഹോദരി ബെറ്റിമോളോട് ചോദിക്കുന്നു, വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു പാർക്കുവാനായി നിന്റെ സമീപം നിൽക്കുന്ന ജസ്റ്റസ് എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ച് ഒരു ഭാര്യ എന്ന നിലയിൽ എല്ലാ കടമകളും നിർവഹിച്ചു കൊടുക്കുവാൻ നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നുവോ? നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ സമ്മതമാണ് എന്ന് ഈ സഭയുടെ മുമ്പാകെയും ദൈവസന്നിധിയിലും പ്രസ്താവിക്കേണ്ടതാണ്. സമ്മതമാണോ? സമ്മതമാണ്. പ്രിയ ബെറ്റിമോളും തൻ്റെ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇവർ വിവാഹിതരാകുകയാണ്. ഇവർ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർ വിവാഹിതരാകുന്ന ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ ചൊരിയേണ്ടതിനായി നമ്മൾക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന മനോഹരമായ ഒരു ഗാനമായി ദൈവദാസൻ എഴുതി വച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ആത്മാവിൽ തന്നെ നമ്മൾക്ക് ആ ഗാനം ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള യാചനയായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഇന്നീ മംഗലം ശോഭിക്കുവാൻ, മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു, നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടലങ്കരിച്ചു, അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും
കനിവുള്ള ദൈവമേ. വിവാഹം പരസ്പര സമ്മതം മാത്രമല്ല, വിവാഹം പരസ്പര സ്വീകരണം കൂടെയാണ്. നിങ്ങളിരുവരും പരസ്പരം സ്വീകരിക്കുന്നതിൻ്റെ ബാഹ്യ അടയാളമായി നിങ്ങളുടെ വലങ്കരങ്ങളെ കൊടുത്ത് സ്വീകരിക്കുവാൻ ഞാൻ കർത്തൃനാമത്തിൽ ആവശ്യപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. മുൾപടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം നിങ്ങളുടെ ശിരസുകളിന്മേൽ വസിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളും നൽകി ദൈവം നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. വിവാഹം പരസ്പര സമ്മതവും പരസ്പര സ്വീകരണവും മാത്രമല്ല, വിവാഹം പരസ്പരമുള്ള പ്രതിജ്ഞയാൽ നടക്കേണ്ടതാണ്. തിരുവെഴുത്ത് കൃത്യമായി പറയുന്നു, അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ പ്രതിജ്ഞയുടെ ഭാര്യയുമല്ലയോ. കൃത്യമായി വേറെ പുസ്തകം പറയുന്നു, വിവാഹം നടക്കേണ്ടത് പ്രതിജ്ഞയാലാണ്. നിങ്ങൾ രണ്ട് വസ്തുക്കളായിരുന്നെങ്കിൽ വസ്തുമയമായ എന്തെങ്കിലും കൊണ്ട് നിങ്ങളെ യോജിപ്പിക്കാമായിരുന്നു. എന്നാൽ നിങ്ങൾ രണ്ട് ആത്മാക്കളാണ്. ആത്മാക്കളെ യോജിപ്പിക്കുവാൻ ആത്മാക്കളുടെ ഉടമസ്ഥനായ ആത്മാവായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രതിജ്ഞ പരസ്പരം ചെയ്ത് ഒന്നായി തീരുവാൻ ഞാൻ കർത്തൃനാമത്തിൽ ആവശ്യപ്പെടുന്നു. ആദ്യം പ്രിയ ജസ്റ്റസ് എന്ന ഞാൻ ബെറ്റിമോൾ എന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും അങ്ങനെ ലോകത്തിൽ നമുക്കൊരുമിച്ച് ലഭിക്കുന്ന ഏത് സാഹചര്യത്തിലും മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നവരെ ഞാൻ നിന്നെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമനായ ഭർത്താവെന്ന നിലയിൽ എല്ലാ കടമകളും കൃത്യമായി നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി ഈ സഭയുടെ മുമ്പാകെ നിന്നോട് പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ ജീവാവസാനം വരെ ഈ പ്രതിജ്ഞ പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു. കർത്താവും അവിടുത്തെ വിശുദ്ധ സഭയും ഈ പ്രതിജ്ഞയ്ക്ക് സാക്ഷികൾ ആകുന്നു. പ്രിയ ബെറ്റിമോൾ എന്ന ഞാൻ ജസ്റ്റസ് എന്ന അങ്ങേ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും അങ്ങനെ ലോകത്തിൽ നമുക്കൊരുമിച്ച് ലഭിക്കുന്ന ഏത് സാഹചര്യത്തിലും മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ ഞാൻ അങ്ങേ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമയായ ഭാര്യ എന്ന നിലയിൽ എല്ലാ കടമകളും കൃത്യമായി നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി ഈ സഭയുടെ മുമ്പാകെ അങ്ങയോട് പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ ജീവാവസാനം വരെ ഈ പ്രതിജ്ഞ പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥയാവും. കർത്താവും അവിടുത്തെ വിശുദ്ധ സഭയും ഈ പ്രതിജ്ഞയ്ക്ക് സാക്ഷികളാകുന്നു. സ്വർപ്പുരം ഈ കരാറിന്
സാക്ഷി നിൽക്കുന്നു. ദൈവസന്നിധിയിൽ വെച്ച് പരസ്പരം സമ്മതിച്ച് സ്വീകരിച്ച് പ്രതിജ്ഞാബദ്ധരായി കുടുംബജീവിതത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങളെ വരും ദിവസങ്ങളിൽ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കേണ്ടതിനായി അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാ നന്മകളും ദൈവം നൽകി അവരെ ആശീർവദിക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവരെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മുമ്പേ പോയിട്ടില്ലാത്ത വഴിയെ ഇവരൊരുമിച്ച് വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സർവകൃപാലുവായ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഇവരുടെ മേൽ കലവറ കൂടാതെ ചൊരിയപ്പെടേണ്ടതിനായി നമ്മൾക്ക് ഒരുമിച്ച് ദൈവ സന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾക്കെല്ലാവർക്കും ചേർന്ന് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കാം. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ത്രിയേക ദൈവത്തോടൊപ്പം നമ്മൾക്കും ഇവരെ അനുഗ്രഹിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആകാശം ഭൂമി ഇവ നിർമ്മിച്ച ദേവദേവൻ എന്ന ഗാനം ആശീർവാദത്തിനായി നമ്മൾക്ക് ഇവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നതിനായി നമ്മൾക്ക് ഇപ്പോൾ ഒരുമിച്ച് ആലപിക്കാം. ഭൂമി നിർമ്മിച്ച ദേവദേവ ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ വാഴ്ത്തുവിൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും ഏകട്ടെ മംഗളങ്ങൾ മേൽമേല. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആദിയിലേതെന്ന പോലെ ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ മധ്യ വന്ന് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഇരുവരെയും വിവാഹ ജീവിതത്തിൽ ഒന്നാക്കി
കുടുംബജീവിതത്തിലേക്ക് ഭാര്യാഭർത്താക്കന്മാരായി അവിടുന്ന് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. വലിയവനായ കർത്താവേ, ഞങ്ങൾ ഓർത്തതുപോലെ അനുഗ്രഹീതമായ ആത്മീക പൈതൃകവും പശ്ചാത്തലവുമുള്ള കുടുംബങ്ങളിൽ ജനിക്കുവാനും ആത്മീക ശിക്ഷണത്തിൽ വളർത്തപ്പെടുവാനും കർത്താവ് ഇവർക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഇവരെ വചനം പഠിപ്പിക്കുവാൻ ധാരാളം പേരെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. തങ്ങളുടെ ജീവിത വഴികളിൽ കർത്താവ് നൽകിയ നല്ല വിദ്യാഭ്യാസത്തിനായി സ്തോത്രം. കർത്താവ് നൽകിയ ഉപജീവനത്തിന് നൽകിയ ജോലിക്കായി സ്തോത്രം. എല്ലാറ്റിലും ഉപരിയായി ദൈവപുത്രനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി തങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്തൃകൽപ്പനയനുസരിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധിയും വേർപാടും പാലിച്ച് ദൈവജനത്തോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ ആരാധിച്ചു പോരുവാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നല്ല പിതാവേ, അവിടുത്തെ സമയമായപ്പോൾ ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന അങ്ങ് തന്നെ അവരെ ഒരു കുടുംബമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം. നല്ല പിതാവേ, മുമ്പേ പോയിട്ടില്ലാത്ത വഴിയെ ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇന്ന് മുതൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവർക്ക് മുമ്പായി പോകണമേ. ദുർഘടങ്ങളെ സമഭൂമിയാക്കി തീർക്കണമേ. അവർ തട്ടി വീഴാൻ സാധ്യതയുള്ള കല്ലുകളെ അവരുടെ വഴിയിൽ നിന്ന് അവിടുന്ന് പെറുക്കി മാറ്റണമേ കർത്താവേ. വരും ദിവസങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഇവർക്ക് നൽകണമേ. ഒരു ഉത്തമനായ ഭർത്താവിന് വേണ്ട എല്ലാ കൃപകളും നൽവരങ്ങളും പ്രിയ ജസ്റ്റിസിന് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ 1-ാം ദിവസം തന്നെ കർത്താവ് നൽകി അവനെ അനുഗ്രഹിക്കണമേ. ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയ ബെറ്റിമോൾക്ക് നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ പോലെ തിരുവഴുത്തിൽ ഞങ്ങൾ കാണുന്ന ബോവസിനെയും രൂത്തിനെയും പോലെ അഖിലാവിനെയും പ്രിസ്കിലയെയും പോലെ അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം നയിക്കുവാൻ, ദൈവകൃപയോടെ മുന്നേറുവാൻ, ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി നിന്ന് ആത്മീയ ഗ്രഹം പണിയുവാൻ കർത്താവ് ഇവർക്കെല്ലാ കൃപയും നൽകണമേ എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവപുത്രൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ മേശയ്ക്ക് ചുറ്റും ഒരു ഉദയകളെ പോലെയുള്ള മക്കളെ ഇവർക്ക് നൽകണമേ. ദീർഘായുസ് കൊണ്ട് അവിടുന്ന് ഇവരെ തൃപ്തരാക്കണമേ. തലമുറകളെ കണ്ട് സന്തോഷിക്കുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് ഇവർക്ക് നൽകണമേ. ഇവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള എല്ലാ കൃപയും നൽകണമേ. ദൈവസഭകൾക്ക് വരും ദിവസങ്ങളിൽ ഇവർ അനുഗ്രഹമായിരിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഇവർ ഇരുവരും അനുഗ്രഹം അനുഭവിക്കുന്നവരും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരുമായിരിക്കുവാൻ കർത്താവ് എല്ലാ കൃപയും നൽകണമേ. കർത്താവെ, ഞങ്ങൾ ഓർത്തതുപോലെ ഒരു കുടുംബജീവിതം നയിക്കേണ്ടതിനാവശ്യമായ ശാരീരിക ക്ഷമത, മാനസികമായ കൃപ, ആത്മികമായ നൽവരങ്ങൾ ഇവർക്ക് നൽകി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എളിയവരെ കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മമണവാളൻ വേഗം വരാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സ്വീകരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആ പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെയുള്ള എല്ലാ മഹത്വവും അവിടുത്തെ തൃപ്പാദത്തിൽ അങ്ങേക്ക് മാത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്തോത്രം. ആത്മമണവാളനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എളിയവരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സദസ്സിനെ ഇരിക്കാം. നിങ്ങളിരുവരും അല്പനേരം കൂടെ ഇങ്ങനെ കരങ്ങളും ബന്ധിക്കപ്പെട്ടവരായി നിൽക്കണം. ദയവായിട്ട് തിരുവഴുത്തിൽ നിന്ന് വരും ദിവസങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അടങ്ങുന്ന ഒരു വേദഭാഗം ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക. ആദ്യം ബെറ്റിമോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴടങ്ങുവേൻ. മോൾ ഇന്ന് മുതൽ സമ്പൂർണ്ണമായിട്ട് ജസ്റ്റിസിന് കീഴടങ്ങിയിരിക്കണം. പൂർണ്ണമായിട്ട് ജസ്റ്റിസിനെ അനുസരിക്കണം. മോൻ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. ഇന്നു മുതൽ പ്രിയ മകളെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം. അതിനുള്ള കൃപ പ്രിയ ജസ്റ്റിസിന് കർത്താവ് തരട്ടെ.
തുടർന്ന് ഈ ഭാഗത്ത് പ്രാധാന്യം നൽകി പൗലോസ് പറഞ്ഞിരിക്കുന്ന 2-3 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമാണ്.